നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വാസു അതുപോലെ തന്നെ പത്മകുമാർ ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ കേരളത്തിലും ചർച്ചയായത് കടകംപള്ളിയുടെ പേരാണ്. നമ്മൾ ആ ഒരു പേരിലേക്ക് കടക്കുന്നതിനേക്കാൾ ഉപരി ഇതിൽ CPMന്റെ ഒരു നിലപാടെടുക്കൽ, ഒരു തീരുമാനമുണ്ട്. അതിലാണ് ഉറ്റുനോക്കേണ്ടുന്നത്. എന്ത് തോന്നുന്നു? CPM ഇപ്പോൾ പറയുന്നത് തെറ്റ് ചെയ്തവർ അല്ലെങ്കിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്നുള്ള നിലപാടിലേക്ക് CPM ഇപ്പോൾ എത്തി. പക്ഷേ ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നില്ലേ? ഉറപ്പായിട്ടും ഇതിലിപ്പോ CPMന് ഇത് മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് നമ്മളൊരു പഴമൊഴി പറയുമല്ലോ. പക്ഷെ ഇത് മൊത്തത്തിൽ കഴിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. കാരണം ശബരിമല വിഷയത്തിൽ പാർട്ടിയിൽ ഒരു വലിയ ഭിന്നത ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ സംരക്ഷിക്കാൻ ഒരു കൂട്ടർ ശ്രമിച്ചു, CPMലെ പ്രബലരായ ഒരു കൂട്ടർ ശ്രമിച്ചു എന്നുള്ള വാദമാണ് CPMലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാസുവിലേക്ക് അറസ്റ്റ് വന്നപ്പോൾ തന്നെ CPMലെ ഒരുവിധം എല്ലാ നേതാക്കളും, മിക്ക നേതാക്കളും പറഞ്ഞതാണ് അവരെ പാർട്ടി മാറ്റി നിർത്തണം എന്നുള്ള ഒരു നിലപാടെടുക്കണം എന്ന് പറഞ്ഞതാണ്. പത്മകുമാറിലേക്കാണ് ഇനി അറസ്റ്റ് പോകുന്നത് എന്ന് ഒരു ഘട്ടത്തിൽ വിവാദങ്ങൾ വന്ന സമയത്തും ആരോപണങ്ങൾ വന്ന സമയത്തും പാർട്ടി പറഞ്ഞ കാര്യമാണ്, ഇവരെ പാർട്ടി മാറ്റി നിർത്തണം. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPMന്റെ നിർണായക ഘട്ടമാണ്. അതുകൊണ്ട് കുറ്റക്കാരായവരെ സംരക്ഷിക്കില്ല എന്നുള്ള നിലപാട് തന്നെയായിരിക്കണം പാർട്ടിയുടേത്. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെയും ഒക്കെ മാറ്റി നിർത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും അത് കേൾക്കാതെ ഒരു വിഭാഗം ആൾക്കാർ ഈ പറയുന്ന കൊള്ളക്കാരെ സംരക്ഷിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഇന്നിപ്പോൾ പാർട്ടിയിൽ ഉയരുന്നതും ആ ഒരു വിമർശനം തന്നെയാണ്. അവർ സംരക്ഷിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ പാർട്ടിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നിരിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് ഇപ്പോൾ പത്മകുമാർ കട്ടു അല്ലെങ്കിൽ വാസു കട്ടു എന്നുള്ളതല്ല വരുന്നത്. CPM ശബരിമല കൊള്ളയടിച്ചു എന്നുള്ള തരത്തിലേക്ക് ആ ഒരു ലേബൽ വീണു കഴിഞ്ഞിട്ടുണ്ട്. അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം അകത്തായിരിക്കുന്നത് മുഴുവൻ CPMന്റെ ആൾക്കാരാണ്. സുധീഷ് കുമാർ, അതുപോലെ തന്നെ വാസു, മുരാരി ബാബു, പോറ്റി, ഇവർക്കൊക്കെ CPMുമായിട്ടുള്ള ബന്ധം വ്യക്തമായി പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ല, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ, അവർ പാർട്ടിയുടെ ആരുമല്ല, ഞങ്ങൾ പൂരപ്പറമ്പിൽ വെച്ച് കണ്ട ഒരു പരിചയം പോലും ഞങ്ങൾക്ക് അവരുമായിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് ഒരു ന്യായമല്ല അത്. ഇവർക്ക് നിലപാടുകൾ എടുക്കാമായിരുന്നു, ശക്തമായ നിലപാടുകൾ. ശബരിമല കൊള്ള പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ ഇവിടെ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് ശേഷമാണ് ശബരിമല കൊള്ള പുറത്തേക്ക് വരുന്നത്. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ്, ഞങ്ങൾ വിശ്വാസം സംരക്ഷിക്കും. വിശ്വാസികളാണ് എന്നിവർ പറഞ്ഞിട്ടില്ല, പക്ഷേ ഞങ്ങൾ വിശ്വാസം സംരക്ഷിക്കും എന്ന് ഉറപ്പ് കൊടുത്തതാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ. ആ ഒരു വാക്ക് കേട്ടിട്ടാണ് ഈ പറയുന്ന NSSും SNDPയും ഒക്കെ പിണറായിക്കൊപ്പം നിന്നത്. G. സുകുമാരൻ നായർ എടുത്ത ഒരു തീരുമാനം എന്താണ്? ഞങ്ങൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇടതിനൊപ്പം എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അവർ സുകുമാരൻ നായർ പറഞ്ഞ ഒരു കാര്യവും കൂടിയുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഈ പറയുന്ന കോൺഗ്രസോ BJPയോ പെരുന്ന ആസ്ഥാനത്തേക്ക് വരണ്ട എന്നാണ്. അപ്പോൾ പൂർണ്ണമായും ഞങ്ങൾ സർക്കാരിനൊപ്പം എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ വിവാദം വന്നു. നിറയെ ഒരു 6 അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. ഈ 6 അറസ്റ്റും NSSനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം മുരാരി ബാബു NSSന്റെ ആസ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അവരുടെയൊക്കെ അറസ്റ്റ് നടക്കുമ്പോഴും NSSനും SNDPക്കും മിണ്ടാൻ കഴിയാത്തൊരവസ്ഥ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണ്? പിണറായി വിജയൻ തികഞ്ഞ ഭക്തനാണ്, അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന ഒരു ചോദ്യം പോലും വേണ്ട, ആവശ്യമില്ല, പിണറായി വിജയൻ തന്നെയാണ് എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അവർക്ക് ആർക്കും മിണ്ടാൻ കഴിയുന്നില്ല. അവിടെയാണ് പാർട്ടിക്ക് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാമായിരുന്നു എന്നുള്ള ഒരു വാദം പാർട്ടിയിൽ നിന്ന് തന്നെ വരുന്നത്. ഈ പറയുന്ന വിവാദം വന്ന സമയത്ത് വാസുവും ഈ പറയുന്ന പത്മകുമാറും ആരോപണ വിധേയരായിട്ട് വരുന്നു. ഞങ്ങൾ അവരെ മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാമായിരുന്നു. പക്ഷെ അന്ന് അതൊന്നും സ്വീകരിക്കാതെ ഇന്നിപ്പോൾ അവരെ തള്ളി പറഞ്ഞുകൊണ്ടാണ് CPM സംസാരിക്കുന്നത്. അതിൽ കാര്യമില്ല. കാരണം വിശ്വാസികളുടെ ഉള്ളിലേക്ക് ആ സംഭവം അങ്ങ് തറച്ചു കഴിഞ്ഞു, CPM ശബരിമല കൊള്ളയടിച്ചു എന്നുള്ളത്. കാരണം ഇവിടെ ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്ന ഒരു കേന്ദ്ര ഏജൻസി അല്ല. കേന്ദ്ര ഏജൻസി ആയിരുന്നെങ്കിൽ CPMന് പറയാമായിരുന്നു, ഇത് ഞങ്ങളെ വേട്ടയാടുകയാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്രം ഞങ്ങളെ വേട്ടയാടുന്നു എന്ന് പറയാം. അങ്ങനെ ഒരു നിലപാടെടുക്കാം. കാരണം കരുവന്നൂർ ബാങ്ക് കൊള്ള നടന്ന സമയത്ത് AC മൊയ്തീനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വന്ന സമയത്തൊക്കെ ഇഡിക്ക് ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാതെ അങ്ങനെ മൊയ്തീനെ ചേർത്ത് പിടിക്കുകയായിരുന്നു CPM. അന്നിവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായിരുന്നു, അവർ പുറത്തെടുത്ത ആയുധമായിരുന്നു, കേന്ദ്രം ഞങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി EDയെ കരുവന്നൂരിൽ ഇറക്കിയെന്ന്.
പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെ പറയാൻ കഴിയില്ല. ഹൈക്കോടതി നേരിട്ടാണ് SIT അന്വേഷണം ഉണ്ടാകണമെന്ന് പറഞ്ഞതും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റുകൾ നടന്നിരിക്കുന്നതും ഹൈക്കോടതിയോടാണ് SIT നേരിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് SIT എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കക്ഷത്തിരിക്കുന്ന ഒരു ഏജൻസിയും കൂടിയാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ വേട്ടയാടൽ ഉണ്ടായി എന്ന് പറഞ്ഞ് തടി തപ്പാൻ CPM-ന് കഴിയില്ല. അവിടെയാണ് അടപടലം CPM പ്രതിരോധത്തിലേക്ക് വീണിരിക്കുന്നു. 6ാമത്തെ അറസ്റ്റിൽ CPM-ന് അടിപതറിയിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ CPM-ലെ ഒരാൾക്കെതിരെ അല്ലെങ്കിൽ തെളിവുകൾ സഹിതം പുറത്ത് ഒരു വിവാദം, ഒരു വിമർശനം വരുന്നു നോക്കുക. ഇപ്പോൾ ആര്യ രാജേന്ദ്രന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഓരോ വിവാദം വരുമ്പോഴും അത് തെളിവ് സഹിതം പുറത്തു വന്നാൽ പോലും അവരെ കൈവിടാതെ പാർട്ടിക്ക് പിടിച്ചു നിർത്താൻ സംരക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. PP ദിവ്യയുടെ കാര്യം നമുക്കറിയാലോ. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളാണ്. ലാവ്ലിൻ കേസ് 36ലധികം തവണ മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഇതാണ്. കോടതി പോലും പറയുകയാണെങ്കിൽ ഇത്രയും തവണ മാറ്റിവെക്കുന്ന കേസുകൾ അപൂർവമാണെന്ന്. അപ്പോൾ അത്തരത്തിൽ കൂടെയുള്ള ആളുകളെ ഒരിക്കലും വിട്ടുകൊടുക്കാത്ത സർക്കാർ ഇപ്പോൾ ശബരിമല വിഷയത്തിൽ പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് കൂടെയുള്ള സഖാക്കന്മാർ ഓരോരുത്തരും കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ SIT പൊക്കുന്നു എന്ന് കാണുമ്പോൾ കൈവിടുന്ന ഒരു രീതി കൂടെ ഇവിടെ കാണുന്നില്ലേ? ഉറപ്പായിട്ടും അത് നമ്മൾ മറ്റ് കേസുകൾ പോലെ നമ്മൾ ശബരിമലയെ കാണരുത്. കാരണം ശബരിമലയിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പല്ല, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളൊന്നും അല്ലെങ്കിൽ പോലും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടിക്കോ സർക്കാരിനോ സ്വീകരിക്കാൻ കഴിയില്ല. അതിന്റെ കാരണം വലിയ രീതിയിലാണ് ശബരിമല 2019 സ്ത്രീ പ്രവേശനത്തിന് ശേഷം പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോയത്. വലിയ ഹിന്ദു വോട്ടുകൾ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴയിലൊക്കെ ഈഴവ വോട്ടുകൾ CPM-ന്റെ അടിത്തറയാണ്. അടിത്തറ ഇളകിയിട്ടുണ്ട്. നമ്മൾ കണ്ടതാണല്ലോ. KC വേണുഗോപാൽ അവിടെ അതിശക്തമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. 2ാം സ്ഥാനത്തേക്ക് CPM അല്ല ഉണ്ടായിരുന്നത്, BJP ആണ്. ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ അവിടെ വോട്ട് വിഹിതം ഉണ്ടാക്കി. ആ വോട്ട്, അതായത് ഹിന്ദു വോട്ടുകളായിരുന്നു ഏറ്റവും കൂടുതൽ ശോഭാ സുരേന്ദ്രൻ നേടിയത്. അതിൽ ഈഴവ വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ. ആ ഒരു പേടിയിലായിരുന്നു പിന്നീട് SNDP-യെയും NSS-നെയും ഒക്കെ ചേർത്ത് നിർത്തുന്ന ഒരു നിലപാട് ഈ പറയുന്ന CPM സ്വീകരിച്ചത്. അപ്പോൾ ശബരിമല വിഷയത്തിൽ ഇപ്പോൾ CPM എടുത്തിരിക്കുന്ന നിലപാട്, പാർട്ടി സെക്രട്ടറി പറയുന്നത് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ, പാർട്ടി അവരെ സംരക്ഷിക്കില്ല, പാർട്ടിയുടെ കൈകൾ ശുദ്ധമാണെന്നാണ് പറയുന്നത്. കാരണം ഇത് മതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മറ്റേതെങ്കിലും ഒരു സർക്കാർ ഒരു അഴിമതി നടത്തിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പേരിൽ തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമല്ല പുറത്തേക്ക് വന്നിരിക്കുന്നത്. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചു. ശബരിമല എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്, ഒരു വികാരമാണ്. ഇവിടുത്തെ കോടാനുകോടി മനുഷ്യരുടെ അവരുടെ അചഞ്ചലമായ ഭക്തി ഉറച്ചു കിടക്കുന്ന ഒരു മേഖലയാണ് ശബരിമല. ആ ശബരിമലയിൽ ഇത്രത്തോളം വലിയ ഒരു കൊള്ള നടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിലകത്തായിരിക്കുന്നത് മുഴുവൻ CPM ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം CPM-നെ CPM-കാരെ സംരക്ഷിക്കുന്നത് ആരാണ്? ഇവിടുത്തെ സർക്കാരാണ്. അധികാരമുള്ളപ്പോഴൊക്കെ സംരക്ഷിക്കുന്നത് അവർ തന്നെയാണ്. അപ്പോൾ ഇതിന് സർക്കാരിനും CPM-നും വലിയ പങ്കുണ്ട് എന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു, വ്യാഖ്യാനിക്കപ്പെട്ടു കഴിഞ്ഞു ഈ സംഭവം. അപ്പോൾ അതുകൊണ്ട് അയ്യപ്പനെ കൊള്ളയടിച്ചവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കൂടി പാർട്ടിയും സർക്കാരും സ്വീകരിച്ചാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടിപതറി വീഴും CPM. ഇപ്പോൾ നടന്നിരിക്കുന്ന അറസ്റ്റുകളിലൊന്നും ഒരു ന്യായീകരണവും CPM-ന് പറയാനില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഹിന്ദു വോട്ടുകൾ വീണ്ടും കയ്യിൽ നിന്ന് പോകും. ഈ അവസാന ഘട്ടത്തിൽ അറസ്റ്റിലായിട്ടുള്ള ഈ പത്മകുമാർ, അദ്ദേഹത്തിന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പാർട്ടിയുമായിട്ട് എന്ത് ബന്ധം എന്നതിനേക്കാൾ ഉപരി ഏറ്റവും വലിയൊരു വിശ്വാസിയായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. ഇതിനു മുമ്പ് സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട ഭക്തരെയും അതുപോലെ തന്നെ പാർട്ടിയെയും അല്ലെങ്കിൽ സർക്കാരിനെയും തമ്മിൽ പ്രശ്നം ഒഴിവാക്കി കളയാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. തൻ്റെ അമ്മയെ ഒരിക്കലും ഞാൻ ശബരിമലയിൽ കയറ്റില്ല എന്ന് പറഞ്ഞ് അത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. അതേ ശബരിമലയിൽ അയ്യപ്പന്റെ മുന്നിലുള്ള സ്വർണം കട്ടെടുത്തിരിക്കുന്നത് എന്നുള്ളത് കൂടെ ഇല്ലേ? അതാണ് ഇപ്പം നമ്മൾ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നൊരു വാർത്തയുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടതായത്. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരൻ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. അത് എങ്ങനെയാണ് ആ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി വന്നത്? ആരാണ് പറഞ്ഞത് പത്മകുമാർ ആണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരൻ എന്ന് ആര് പറഞ്ഞു? SIT-യുടെ റിപ്പോർട്ടിൽ അങ്ങനെ ഉണ്ട് എന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. SIT റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ അതിനു മുൻപ് തന്നെ ചില മാധ്യമങ്ങളിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സൂത്രധാരൻ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. വാസു അറസ്റ്റിലായപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലല്ല മാധ്യമങ്ങൾ അതിനെ ചിത്രീകരിച്ചത്. അതായത് വാസു അറസ്റ്റിലാകുന്നു, CPM പ്രതിരോധത്തിലാകുന്നു. പക്ഷെ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് വരുമ്പോൾ സൂത്രധാരൻ എന്നുള്ള ഒരു ആ ഒരു പ്രസ്താവന, ആ ഒരു വാക്ക് എവിടെ നിന്ന് വന്നു? ആരാണ് പറഞ്ഞത് ഈ സ്വർണ്ണക്കൊള്ളയുടെ അവസാന വാക്ക് പത്മകുമാർ ആണ് എന്നുള്ളത്? പത്മകുമാർ പ്രസിഡന്റ് ആയിട്ടിരുന്നപ്പോൾ അവിടെ കമ്മീഷണർ ആയിട്ടിരുന്ന ആളാണ് വാസു.
കടകംപള്ളി സുരേന്ദ്രൻ ആ സമയത്ത് അവിടെ ദേവസ്വം മന്ത്രിയാണ്. കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നുണ്ട് അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ദേവസ്വം ബോർഡ്, അവിടെ നടക്കുന്ന എല്ലാം സർക്കാർ അറിയണമെന്നില്ല. പിന്നെ എന്തിനാണ് ഒരു മന്ത്രി? എന്തിനാണ് ദേവസ്വം ബോർഡ് അങ്ങ് തന്നിഷ്ടത്തിന് പ്രവർത്തിക്കാനാണെങ്കിൽ ഒരു മന്ത്രിയെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫയലുകളൊന്നും തന്റെ മുൻപിൽ എത്താറില്ല. അപ്പോൾ പിന്നെ ദേവസ്വം മന്ത്രിക്ക് എന്താണ് ജോലി എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രനൊക്കെ. പത്മകുമാറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സൂത്രധാരൻ അറസ്റ്റിലാകുന്നു എന്ന് ചില മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ ഈ കേസ് നടക്കുന്നതേ ഉള്ളൂ. ഹൈക്കോടതി ഇനി ഈ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. അപ്പോഴേ പുറത്തേക്ക് വരികയുള്ളൂ സൂത്രധാരൻ ആരാണ്, പത്മകുമാറിന് മുകളിലേക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ചില കോണിൽ നിന്ന് അതിശക്തമായി ഈ കേസ് പത്മകുമാറിൽ അവസാനിക്കണം എന്നുള്ള ഒരു നീക്കം ഒരു കോണിൽ നടക്കുന്നുണ്ട് ശക്തമായി. പക്ഷെ അത് തുടക്കത്തിൽ തന്നെ പത്മകുമാർ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് അറിയില്ലെങ്കിൽ പോലും ഒരു ഹിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ദൈവതുല്യനായിട്ടുള്ള പേര് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആളുകൾ കൂടെ ഇതിന് പിറകിലുണ്ട്. എന്നിൽ ഈ ഒരു കേസ് അവസാനിപ്പിക്കാം എന്ന് ആരും കരുതരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം SIT എടുത്തേക്ക് വരുമ്പോൾ ഇവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കൃത്യമായിട്ട് അറിയാം ഞാൻ അറസ്റ്റിലാകുമെന്നുള്ള കാര്യം. അപ്പോൾ ഇനിയുള്ള ആകെ ഒരു വഴി എന്ന് പറയുന്നത് ഒന്നുകിൽ ആ മുന്നിലുള്ള ആളുകൾ തന്നെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു അവസരം, അതിനുള്ളൊരു ഹിന്റ്. അതായത് ഞാൻ പേര് പറഞ്ഞിട്ടില്ല, ഇപ്പോൾ വേണമെങ്കിൽ എന്നെ രക്ഷപ്പെടുത്താം, അതല്ല എങ്കിൽ കൈവിടും എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടല്ലേ തോന്നുന്നത്? ഉറപ്പായിട്ടും അത് ഈ പത്മകുമാർ മാധ്യമങ്ങൾ വളഞ്ഞപ്പോഴായിരുന്നു അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. ഇന്നിപ്പോൾ കേരളം മുഴുവൻ ചോദിക്കുന്നു ആരാണ് ദൈവതുല്യർ? കാരണം ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും കർണനും ഒക്കെ ഉള്ളത് CPM-ലാണ്, വേറൊരു പാർട്ടിയിലും അല്ല. സ്വന്തമായിട്ട് ദൈവം വരെയുള്ള പാർട്ടിയാണ് CPM. ഈ വ്യക്തി ആരാധനയൊന്നും പാടില്ല എന്ന് പണ്ട് മുതൽ നേതാക്കൾ പറയുന്നതിന്റെ ഒരു കാരണം ഇതായിരിക്കാം. പിന്നീട് കുഴിയിൽ വീണാലേ എന്ത് ചെയ്യും എന്നുള്ള ഒരു പേടിയിലായിരിക്കാം വ്യക്തി ആരാധനയൊന്നും പാടില്ല. തമാശയ്ക്ക് പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ദൈവങ്ങൾ ഉള്ളത് CPM ഇന്ന് പിണറായിസം വന്ന കാലത്ത് തൊട്ടിങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ദൈവങ്ങളൊക്കെ ഒരുപാടുള്ളത് CPM-ലാണ്. ഈ പറയുന്ന കടകംപള്ളി ഇന്ദ്രനാണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അത് ആൾക്കാർ സ്വാഭാവികമായും പറയും, കാരണം ഇവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നറിയാം. അപ്പോൾ പത്മകുമാർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഉറപ്പായിട്ടും പത്മകുമാറിന് മുൻപിലുള്ള വഴി ഒന്നെങ്കിൽ സത്യങ്ങൾ മുഴുവൻ വിളിച്ചു പറയുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന് പിന്നിലുള്ള ആൾക്കാർ എന്നെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ പറയും, കാരണം വാസുവിനെ പോലെ പാർട്ടിയോട് കൂറ് കാണിക്കേണ്ട യാതൊരു ആവശ്യവും പത്മകുമാറിനില്ല. കാരണം പത്മകുമാർ ഈ 2025 മാർച്ചിൽ പാർട്ടിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്ന ആളാണ്. പാർട്ടി എന്നെ വഞ്ചിച്ചു എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാണ്. കാരണം സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഒരു സീറ്റ് കിട്ടാത്തതിന്റെ കലിപ്പിൽ പറഞ്ഞ് തന്നെ പാർട്ടി പൂർണ്ണമായും ഒതുക്കിയെന്ന് മനസ്സിലായ ഘട്ടത്തിൽ പത്മകുമാർ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ ആളുകൂടിയാണ്. അപ്പോൾ പത്മകുമാറിനറിയാം ഞാൻ സത്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ അടുത്ത ഒരു ശിവശങ്കർ, ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെടും, ഞാൻ മാത്രം അകത്താകുമെന്ന് അറിയാവുന്നത് കൊണ്ട് പത്മകുമാറിന് വേണമെങ്കിൽ ഇനി ചെയ്യാവുന്ന ഒരു കാര്യം സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് മാപ്പ് സാക്ഷിയാകുക. ഞാൻ സത്യങ്ങൾ പറയാം, എന്നെ മാപ്പ് സാക്ഷിയാക്കണം എന്ന് പറയാനേ കഴിയുകയുള്ളൂ. കാരണം വാസുവിനേക്കാൾ വലിയ ഒരു അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണേണ്ടത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്, അതുപോലെ തന്നെ മുൻ കോന്നി MLA ആയിട്ടിരുന്ന ആളാണ്, പാർട്ടിയുടെ ഉന്നത നേതാവ് തന്നെയാണ്, പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. പത്തനംതിട്ടയിൽ പാർട്ടിക്ക് ശക്തമായ വേരുറപ്പിച്ചതിൽ പ്രധാനി പത്മകുമാറാണ്. ആ ഒരു പാരിതോഷികം, അതായത് പിണറായിക്ക് ഒരു വേരുണ്ടാക്കി കൊടുത്തു പത്തനംതിട്ടയിൽ, അതിശക്തമായ ഒരു വേരോട്ടം പത്തനംതിട്ടയിൽ ഉണ്ടാക്കി കൊടുത്തതിൽ പണിയെടുത്ത ആളാണ് പത്മകുമാർ. അതിന്റെയൊക്കെ ഒരു ഉപകാര സ്മരണയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം. അപ്പോൾ പത്മകുമാറിന് ഇവരെ ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം പത്മകുമാറിന് അറിയാം ഞാൻ ബലിയാടാകുകയാണ് എന്നുള്ളത്. ഒന്നെങ്കിൽ വാസുവിനെ ചാവേറാക്കുക, അല്ലെങ്കിൽ പത്മകുമാറിനെ ചാവേറാക്കുക. ഇവർ രണ്ടിൽ ഒരാളിൽ ഈ അന്വേഷണം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഗൂഢമായ ഒരു നീക്കം. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ സൂത്രധാരൻ കുടുങ്ങി എന്ന് പറയുന്നത്. കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം ഇതൊന്നുമല്ല സൂത്രധാരന്മാർ, ഇതിന് മുകളിലേക്കും കുറെ ഉണ്ടെന്ന്. ഒരു പത്മകുമാർ വിചാരിച്ചാൽ മാത്രം നടത്താൻ പറ്റുന്ന കൊള്ളയല്ല ശബരിമലയിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കോടതി വരണം. കോടതി കൃത്യമായ ഒരു ശക്തമായ നിലപാട് എടുത്തു കഴിഞ്ഞാൽ ദൈവതുല്യർ ആരാണെന്നുള്ളത് പുറത്തേക്ക് വരും. കാരണം കേരളം ഇനി വിശ്വാസികൾ കാത്തിരിക്കുന്നത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ്, ഈ ദൈവതുല്യരെ ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒന്നും നടന്നില്ലെങ്കിൽ ഈ ആ PV ഞാനല്ല എന്ന് പറഞ്ഞ് ചിലർ രക്ഷപ്പെട്ടതുപോലെ ഈ ദൈവതുല്യരും മുങ്ങും. എന്തായാലും ശബരിമലയിൽ ഇപ്പോൾ CPM പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് ചോദിച്ച് എങ്ങനെ വീടുകളിലേക്ക് കയറുമെന്നുള്ളതാണ്. കാരണം അമ്പലം കൊള്ളക്കാരെന്നുള്ള ഒരു പേര് വീട് കഴിഞ്ഞു. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.